റഫീഖിന്റെ ഉമ്മ വിളിച്ചിട്ട് ഒരേ സങ്കടം മക്കളാ. ആ ചെക്കൻ ചോറുന്നില്ല, ആകെ ഉറക്കല്ല, ആകെ പഠിച്ചിട്ട് എന്തോ അള്ളാനെ വിചാരിച്ചിട്ട് ആ കാര്യം പോയിട്ട് ഈ കാര്യത്തിനും വേണ്ടി അവന്റെ പിന്നാലെ കുറെ നടന്നതല്ല, അവനെ ഓക്കെ ആക്കാനും വേണ്ടി എന്നിട്ട് നടന്നിട്ടില്ലല്ലോ. അവനക്ക് നമ്മളല്ലേ ഉള്ളൂ കൂട്ടുകാരായിട്ട്, അവന് നമ്മളല്ലാതെ വേറെ ആരെ ക്ലിയർ ആക്കാം. അവനക്കും കൂടെ ആ ചിന്ത വേണോ? നമുക്ക് ഈ ടൂർ അവനെ സെറ്റാക്കടോ, ഇതൊന്ന് പറയും, ഞാനും പറയാ. നമുക്ക് ഇങ്ങനെ വിട്ടാ അവനെ നമ്മളതൊന്ന് കൈവിട്ട് പോവില്ലേ? അവനൊക്കെ ഇനി അതിനും വരാതിരിക്കാൻ 10,000 കാരണം പറയാനുണ്ടോ? നോക്ക വരുന്നുണ്ട് എന്നല്ല പറഞ്ഞു, നോക്ക വരാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ടുണ്ടാവനെ. എന്താണ് റഫീഖെ, എന്റെ ഉമ്മ വിളിച്ചിട്ട് എന്താണ് പറയുന്നത്? എന്താ എന്റെ പ്രശ്നം അത് പറയും. നമ്മൾ ടൂർ ഫിക്സ് ചെയ്തില്ലേ, ഇത് അതിനെങ്കിലും ഒന്ന് വാ, എന്റെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവട്ടെ റഫീഖെ. വാടാ റഫീഖെ, ഇല്ലാതെ എങ്ങനെയാണ് ശരിയാവാ? നമ്മൾ പറഞ്ഞ ഒറ്റ മൈൻഡ് നടക്കുന്ന ആൾക്കല്ല. ഈ ഇങ്ങനെ എന്താണ് എന്റെ പ്രശ്നം? എന്താണ് പറ്റാത്തത്? എന്താണ് എന്റെ പ്രശ്നം? എന്താ കൊറേ ദിവസമായല്ലോ എന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. എന്താണ് എന്റെ പ്രശ്നം? പോവാനുള്ളവർ പോയി, അവള് പോയി, അത് യാഥാർത്ഥ്യാണ്. ഭക്ഷണം കഴിക്കാണ്ട് വീട്ടിൽ ഉറങ്ങാണ്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോയവർ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. ഇവൻ ഈ ചെക്കന് അന്നെ ഇങ്ങനെ വിളിച്ചെടുത്തണം എന്തിനാ? ഇവനക്ക് ടൂർ പോകാൻ പൂതിയായിട്ടെന്നാ? ഇവനക്ക് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടാ? ഇവനക്കും ഒരുപാട് പ്രശ്നമുണ്ട്, എനിക്കും ഒരുപാട് പ്രശ്നമുണ്ട്. അല്ലാതെ ഒന്നെന്നാണ് ഉലകഞ്ചിട്ട് നടക്കല്ല. ഞങ്ങളെ പറ്റി ആലോചിക്കണമെങ്കിൽ വേണ്ട, ആലോചിക്കണ്ട. എൻ്റെ വീട്ടിലെ എന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഇരിക്കണില്ലേ, അവരെ പറ്റിയിട്ട് ചിന്തിക്കുക, എൻ്റെ അമ്മാനെ പറ്റിയിട്ട്. എന്നാടപ്പം എനിക്കൊക്കെ നേരം വിളിക്കുക. ഇങ്ങനെ ഇരുന്നാൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ല. ഓക്കെ അവിടെ ഇത് 2,000 ഉണ്ടെന്നുണ്ടെങ്കിൽ